അങ്ങനെ എനിക്ക് പിന്നെ കിട്ടിയ സ്കോറാണ് 60-ൽ നിന്നും ഞാൻ എത്രയായി 78, വിച്ച് മീൻസ് 78 ഔട്ട് ഓഫ് 80 എന്തിനാ ഫിസിക്സിന്. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞാൽ കെമിസ്ട്രി ബയോളജി ഇംപ്രൂവ്മെന്റ് ചെയ്യുമ്പോൾ ബയോളജി എനിക്ക് 75 ആയി, കെമിസ്ട്രി എനിക്ക് 74 ആയി. പക്ഷെ അത് രണ്ടും എനിക്ക് അത്ര വലിയ വിഷമം തോന്നിയില്ല, കാരണം 73-ന്ന് 75 74 ആയുള്ളൂ. ബട്ട് സ്റ്റിൽ എനിക്ക് ഫിസിക്സ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫിസിക്സ് എനിക്ക് 78 കിട്ടി. അപ്പോഴാണ് ഞാൻ ഇംപ്രൂവ്മെന്റിന് പഠിച്ചപ്പോഴാണ് എനിക്ക് കറക്റ്റ് എങ്ങനെയാണ് ഫിസിക്സ് പഠിക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായത് സ്റ്റേറ്റ് സിലബസിൽ. കാരണം 10th വരെ ICC 10th വരെ ഫിസിക്സ് പഠിച്ച പോലെ അല്ലായിരുന്നു ആക്ച്വലി. എന്ത് +1 +2 ഫിസിക്സ് അതൊന്നും അങ്ങനെ അല്ലായിരുന്നു, എല്ലാം വളരെ ഡിഫറെന്റ് ആയിരുന്നു. ICSE സ്റ്റേറ്റിലോട്ട് വന്നപ്പോൾ പഠിക്കേണ്ട രീതിയും എഴുതേണ്ട മെത്തേഡും ഇംഗ്ലീഷ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വന്ന അതുകൊണ്ടായിരിക്കും മിക്കവാറും എല്ലാവർക്കും ഇങ്ങനെ ആദ്യം തന്നെ ഇങ്ങനെ എന്താ പറയുക മാർക്സ് ഒക്കെ കുറയുന്നത് അതുകൊണ്ടായിരിക്കും. സോ ഇങ്ങനെ കുറയുന്നവരോടാണ് പറയാനുള്ളത്, കണ്ടില്ലേ ഞാൻ ഇമ്പ്രൂവ്മെന്റ് കഷ്ടപ്പെട്ടിരുന്നു പഠിച്ചു. ഇമ്പ്രൂവ്മെന്റ് ഇനി നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് അല്ലെങ്കിൽ A+ ഏതെങ്കിലും സബ്ജക്റ്റിന് പോയിട്ടുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് എഴുതുക. ഇപ്പൊ നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് മറ്റേ എക്സാമിന്റെ കൂടെ ആയിരിക്കുമല്ലേ, പക്ഷെ കുഴപ്പമില്ല, പഠിച്ച് ഇമ്പ്രൂവ്മെന്റ് എഴുതുക. മീൻസ് അഥവാ അതിന് മാർക്ക് കുറഞ്ഞാലും നമ്മളുടെ ഏറ്റവും ഹയസ്റ്റ് മാർക്കല്ലേ കൂട്ടുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് എഴുതുക കേട്ടോ. ആരും ഇമ്പ്രൂവ്മെന്റ് എന്ന് വെച്ചാൽ മാർക്ക് കൂടാതിരിക്കാൻ ആരും അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് വിടണ്ട കേട്ടോ. ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്ജക്ട്